ഹലോ എന്നാ എന്തോന്ന് ഹലോ എന്ന് ഫോൺ വിളിക്കുമ്പോ ഹലോ എന്നാണ് അടി പറയണേ. എന്തോന്ന് വിളിയാക്കണം മനസ്സിലായ? എന്തിനു വിളിച്ചെന്നാ? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് വിളിച്ചേ. നീ ഇപ്പൊ എവിടെ? പണിയാ? നിന്റെ പണി ഞാൻ താമസിയാൻ നിർത്തുവേ. പകരം നീ എന്റെ അടുത്ത് ന്യായം പറയാൻ പറയല്ലേ. ഫോൺ വെക്കടി. പിടിയടാ. ആ നീ വന്നേ. നീ എന്റെ മക്കളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആ ഇളയ രണ്ട് പെൺകുട്ടികൾ അങ്ങനെ എന്നെ പോലെ വെളുപ്പല്ലേ? അതെ, മേസ്തിരിയുടെ ഗ്ലാമർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ. പക്ഷെ മൂത്ത ചെറുക്കനോ അവൻ കറുപ്പല്ലേ? ശകലമല്ല, കറുപ്പാണ്. അതെങ്ങനെ പറ്റി? ഞാനും വെളുപ്പ് അവളും വെളുപ്പ്. അതിപ്പോ കറുത്തിട്ടും വെളുത്തിട്ടും അല്ലേ മേസ്തിരി മനുഷ്യന്മാര്. നീ എന്നെ വകുപ്പൊന്നും പഠിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞോട്ട് കേട്ടാ മതി. കേട്ടാ? ആ ചെറുക്കൻ എന്റെ അല്ല തന്നെടേ. 8ാം മാസത്തിലാണ് ആ പയ്യലിനെ അവള് പെറ്റിട്ടത്. എന്ന് വെച്ചാ അവൾ എന്റെ വീട്ടിലേക്ക് വന്ന് കേറുമ്പോ ആ ചെറുക്കൻ അവളെ വയറ്റിലുണ്ട്. മനസ്സിലായ? നീ എന്തിനോടെ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മാറ്റർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നീ ഏണി കയറി പോടാ. ഇങ്ങോട്ട് വേടാ. ആളിനെ എനിക്കറിയാം. നമ്മളെ മേശരിയുടെ വേറൊരു ശിഷ്യനാ. അവൻ ഇപ്പൊ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒരു നോട്ടം കണ്ടവനാ. കണ്ട, ഇവനും നിന്നെ പോലൊരു ശിഷ്യനാ. നല്ല സമയത്ത് ദുബായി കയറിയ 10 കാശുണ്ടാക്കി. നീയോ ഇത് കണ്ട റാഡോ നടന്നോ കാശിന് കൊള്ളാത്തത്. പങ്കയത്തിന് മോനും ഒക്കെ സുഖമില്ലട മണിയാ. പങ്കയത്തിന് മോൻ മാത്രമല്ല, മക്കൾ രണ്ടെണ്ണം വേറെ ഉണ്ട്. അതിന് മാത്രം ഒരു കുറവില്ല ഈ പിള്ളേരെ ഉണ്ടാക്കി ഇറക്കുന്നതിന്. എനിക്ക് വയ്യ. അവൻ വരും, അവളെ കാണാനും അവന്റെ മോനെ കാണാനും. നീ ഇത് കണ്ട? അന്ന് ഞാൻ 2 നീ കോർത്തെടുക്കും. നീ ഒരു പണി പഠിക്കാൻ വന്നതല്ലേ? എന്നിട്ട് ഗുരുദക്ഷിണ തന്നാ? ഇല്ല. പോയി ഒരു ക്വാർട്ടർ വാങ്ങിച്ചോണ്ട് വാ. ആ സൂപ്പർവൈസർ ഒരു വള്ളം തെറിയും വിളിച്ചാ ഇവിടുന്ന് പോയത്. അയാൾ വരുന്നതിന് മുമ്പ് ഇതൊക്കെ തീർക്കണ്ടേ? അയാളമ്മക്ക് ഞാൻ വായിക്കേറിട്ടോളാം. നീ പോയി സാധനം വാങ്ങി. ഇതെന്തോന്നടേ? ഏണി വെച്ച് കളിക്കാതെ പോയി സാധനം വാങ്ങിച്ചോണ്ടോടാ. മോനെയൊക്കെ വെച്ച് എന്നെ വേണം പറയാൻ. അതെന്റെ കൊച്ചല്ല. 2 ഞാൻ ഇനി കോർത്തെടുക്കും. ഇയാളാ ചേട്ടത്തിയെ തട്ടിക്കളയുന്ന എന്റെ പേടി. അങ്ങനെ സംഭവിക്കാം. നമ്മൾ എത്ര വാർത്തകൾ കേൾക്കുന്നു ബിനോയ് ദിവസവും. ആൽക്കഹോളിക് ആകുന്ന ഒരാളിന് ഉണ്ടാവുന്ന മനോരോഗമാണത്. ഒരുതരം പാരനോയിഡ് ഡിസോർഡർ, ഒഥല്ലോ സിൻഡ്രോം, മോർബിഡ് ജലസി. മെഡിക്കൽ സയൻസിൽ അങ്ങനെയൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. അമിത മദ്യപാനം ഒരാളുടെ സെക്ഷൽ പൊട്ടൻസിയെ ബാധിക്കും. ഒരു തരത്തിൽ അതിന്റെ പാർശ്വഫലമാണ് ഭാര്യയുടെ നേർക്ക് നീളുന്ന സംശയത്തിന്റെ കണ്ണ്. സ്വന്തം ഭാര്യയുടെ ജാരൻ എന്നൊരു കഥാപാത്രത്തെ അവന്റെ കള്ളിൽ ചീഞ്ഞുപോയ തലച്ചോറുണ്ടാക്കിയെടുക്കും. എന്നിട്ട് തന്റെ ചുറ്റുപാടിൽ നിന്ന് ഒരാളെ കണ്ടെത്തി ആ വേഷം ഒടിവിക്കും. എന്നാൽ അവനോട് മല്ലിടാനുള്ള കരുത്ത് കാണിക്കില്ല. നീ ശ്രദ്ധിച്ചിട്ടില്ലേ, മിക്ക വാർത്തകളിലും ജാരനല്ല ഭാര്യയാണ് ഈ ഉന്മാദത്തിന് ഇരയായി ചാവുക. അവിടെയെല്ലാം ഭാര്യ ഒരു വളർത്തു മൃഗത്തിന് തുല്യമാണ്. നായാട്ടിന്റെ ആയാസങ്ങളൊന്നുമില്ലാതെ കൊല്ലാൻ കഴിയുന്ന വേട്ടക്കാരനോട് വിധേയത്വമുള്ള മിണ്ടാപ്രാണി. നമ്മൾ മണിയന്റെ വീട്ടിനുള്ളിലേക്ക് ഇൻട്രൂഡ് ചെയ്യുന്നു ബിനോയ്. നമുക്കറിയാം അന്തസ്സില്ലായ്മയുണ്ട് അതിൽ. എങ്കിലും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എന്താണ് ആ വീട്ടിനുള്ളിലെ മണിയൻ എന്നത്. ഒരു പ്രയോഗം നടത്തട്ടെ. പാരമ്പര്യമായി കിട്ടിയ കഴിവാണോ അതോ സത്യത്തിൽ ഇതാണോ തൊഴിൽ? സാറ് തന്നെ അത് പറയണം. ആ പ്ലംബറിന്റെ തെറിയും തൊഴിയും സഹിച്ച് കൂടെ നടക്കല്ലേ. വീട് കുത്തി തുറക്കുന്നത് പുള്ളി അറിഞ്ഞാലേ ഭാര്യയെ കൊല്ലാൻ കൊണ്ടു നടക്കുന്ന ഇരുമ്പിന്റെ മൂർച്ച നോക്കുന്നത് എന്റെ പള്ളക്കായിരിക്കും. തുറന്നു. ആ
ക്യാമറാസ് പല സ്ഥലത്തായിട്ട് ഫിക്സ് ചെയ്യും. ഞാൻ പുറത്തേക്കാം. എന്താ? ഞാൻ മണിയനെ ഒന്ന് കാണാൻ വന്നത്. ആ, കൂലി അഡ്വാൻസ് ആയി വാങ്ങിയിട്ട് പിന്നെ ആ വഴിക്ക് വന്ന് കാണില്ലല്ലേ? കറക്റ്റ്. അപ്പൊ അയാളുടെ സ്വഭാവം എല്ലാവർക്കും അറിയാല്ലേ? അലവലാതെയാണ് സാറേ. മൂക്കറ്റം കുടിച്ചു വന്നിട്ട് ആ പാവം പെണ്ണിനെയും മക്കളെ എന്നും എടുത്തിട്ട് ചാളക്കും. ഞാൻ എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. എപ്പോഴായാലും വരുമല്ലോ. ആ, എന്നാ ശരി. ആ. അഞ്ച് ആംഗിളിൽ സംഗതി ഫിക്സ് ചെയ്തിട്ടുണ്ട്. കേറ്. ബിനോയ്, ബിനോയ്, വൈകുന്നേരം അവന്റെ കൂടെ വന്ന ക്യാമറാസ് ഓൺ ചെയ്യണം. ബാറ്ററി ബാക്കപ്പ് എല്ലാം ഒരു 3 മണിക്കൂർ വർക്ക് ചെയ്യും. പിന്നെ നാളെ നീ കളക്ട് ചെയ്യണം. അത് സാറ് വിട്, ഞാൻ പാതിരാത്രി വന്നെടുക്കാം. എല്ലാം ജാലകം വഴി തിരിച്ചെടുക്കാവുന്ന സ്ഥലങ്ങളിലാ ഫിക്സ്. ജാലകോ? ഇതാണ് വീട്. അതെ സർ. രണ്ടുപേര് പിന്നിലത്തെ ഡോറിലേക്ക് പോ. ഇറങ്ങി ഓടാൻ ശ്രമിച്ചാൽ പൊക്കിക്കൊള്ളണം. സർ. വിളിക്കേ. മണിയനല്ലേ മോനെ? ആ, ഒന്ന് വന്നേ മണിയാ. ഓ, എന്താ സാർ? വാ, എടുത്ത് കയറ്റിക്കും. സാർ അങ്ങോട്ട് കേറാ. സാർ അലക്സേ, സർ. ഇവനെ കൊണ്ടുപോകാനുള്ള വെഹിക്കിൾ റെഡി അല്ലേ? റെഡിയാണ് മാഡം. മാഡം, ഇവന്റെ മൊബൈൽ ഫോൺ. അതിന്റെ സിം ഊരിട്ട് തിരിച്ചു കൊടുത്തേക്ക്. അവൻ ഇനി അതിന്റെ ആവശ്യം വരില്ല. വാ. മാഡം, ഞാൻ അലക്സേ, കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ എന്റെ സർവീസ് റിവോൾവറിന്റെ ഒരു ബുള്ളറ്റ് വേസ്റ്റ് ആവും. മാഡം ഞാൻ നടക്കടാ.